നമുക്ക് ഇന്നൊരു കടലവട അങ്ങോട്ട് ഉണ്ടാക്കിയാലോ? ശരിക്കും പരിപ്പുവടയാണ്, പക്ഷേ പരിപ്പ് അല്ല, നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്ന കടല അല്ലേ? അത് കുതിർത്ത് കറിക്കടലയാണ്. ഇത് കണ്ടോ, ഇതാണ്. അപ്പോൾ നമ്മൾ ചുമല നിറമുള്ള കറിക്കടല അതും കൊണ്ട് നമുക്ക് വടയൊന്നും ഉണ്ടാക്കിയേക്കാം അല്ലേ? അപ്പോൾ അതിനായിട്ട് ഇത് എന്തൊക്കെയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്? അത് പച്ചമുളക് അരിഞ്ഞതും, ഉള്ളി, ഇഞ്ചി, കറിവേപ്പില അല്ലേ? ചുവന്നമുളക് വേണമെങ്കിലും ഇടാം. അത് പരിപ്പുവട ഉണ്ടാക്കാനായിട്ടുള്ള എല്ലാ സാധനവും അല്ലേ? എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മളിത് മിക്സിയിലോട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. ചെറുതായിട്ട് ഒന്ന് അരഞ്ഞാൽ പോരെ, പരിപ്പുവടയ്ക്ക് എടുക്കുന്ന പോലെ തന്നെ. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് ശകലം വെള്ളമൊക്കെ ചേർത്ത് മിക്സിയിലിട്ട് വെച്ച് നമുക്ക് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അത് റെഡിയായി അല്ലേ? അത് റെഡിയായി. ഇനി നമുക്ക് അടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും കറിവേപ്പില എല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്യാം. അത് എടുത്ത് വെക്കണം അല്ലേ? ഇത് ഉപ്പല്ലേ? അതെ, ഉപ്പും കൂടെ ചേർത്തല്ലേ? ഇനിയിപ്പോൾ നമുക്ക് ഈ കറിവേപ്പിലയും ഉള്ളിയും ഇതെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം അല്ലേ? ഇനി ഇതിപ്പോൾ നമുക്ക് ആദ്യമേ അരച്ച് വെച്ച കടലയായിട്ട് മിക്സ് ചെയ്യുമല്ലേ എല്ലാം കൂടി അല്ലേ? ഇനിയിപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണ്ടേ? 10 മിനിറ്റ്. ഓക്കെ. ഇപ്പോൾ ഇത് 10 മിനിറ്റ് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ പരിപ്പുവട ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇങ്ങനെ പരത്തി ഇങ്ങനെ എടുക്കുക അല്ലേ? ഓരോന്നോരോന്ന് ഇങ്ങനെ എടുക്കുക. ഇതിനകത്ത് നമ്മൾ ഇപ്പം പരിപ്പിന് പകരം കടലയാണെന്ന് മാത്രമല്ലേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. ഉണ്ടോ? എണ്ണ ചൂടായി കിടക്കുകയാണ്. ഇനി എണ്ണയ്ക്കകത്തേക്ക് ഓരോന്നോരോന്ന് പെറുക്കിയിടാം. അതെല്ലാം എണ്ണ തിളച്ച് കിടക്കുന്നതല്ലേ അല്ലേ? മൂത്തു. ഇനി നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന ഓരോന്നോരോന്ന് അതിനകത്തേക്ക് പെറുക്കിയിടുക. അത്ര മതിയെന്ന് തോന്നുന്നു. മറിച്ചിടാം. മറിച്ചിടും അല്ലേ? അതെ. അങ്ങനെ നമ്മുടെ വട കോരി എടുക്കാറായല്ലോ. അപ്പോൾ സംഭവം എല്ലാം ഓക്കെ ആയിട്ടുണ്ടല്ലേ? ഇത് ശരിക്കും കാഴ്ചയിൽ പരിപ്പുവട പോലെ തന്നെയല്ലേ ഇരിക്കുന്നത്? ഒരുപക്ഷെ ടേസ്റ്റും അത് തന്നെയായിരിക്കും അല്ലേ, കടലയാണെങ്കിലും അല്ലേ? നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. കംപ്ലീറ്റ് എടുക്കാം. കണ്ടോ, ഇത് നോക്കിയാൽ ഇത് ശരിക്കും പരിപ്പുവട പോലെ തന്നെയല്ലേ ഇരിക്കുന്നത് അല്ലേ? ഇനി നമുക്കൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ആണല്ലേ? അടിപൊളി ടേസ്റ്റാണ്. ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കുറേ പേർക്ക് അറിയാമായിരിക്കും, അറിയാൻ വയ്യാത്തവരും ഒന്നും ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്.